ഈ KSRTCയെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്താണ് നല്ല പോസിറ്റീവ് വാർത്തകളൊന്നുമല്ല. എനിക്കൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ ഈ ശമ്പളം കിട്ടാതെ പെൻഷൻ ലഭിക്കാതെ കട്ടപ്പുറത്തിരിക്കുന്ന KSRTC ഒന്നാമത്, രണ്ടാമത് ശമ്പളം കിട്ടാതെ പെൻഷൻ ലഭിക്കാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് ജീവനക്കാരുടെ വാർത്തകൾ. ഈ കട്ടപ്പുറത്തിരിക്കുന്ന KSRTC എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ജീവനക്കാരുടെ കണ്ണുനീരും, അല്ലെ? ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും അതിനൊരു പരിഹാരമാകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിരളമാണ് എന്ന് പറയേണ്ടി വരും. നമ്മളൊക്കെ ഞാൻ ചാത്തന്നൂരാണ് പഠിച്ചത്. അപ്പോൾ ചാത്തന്നൂർ KSRTC ഡിപ്പോ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ കൺസെഷൻ എടുക്കണമല്ലോ. ആ കൺസെഷൻ എടുക്കാനൊക്കെ ആ ഡിപ്പോയിൽ പോകുമ്പോൾ ഒരു 9ഓളം KSRTC അല്ലെങ്കിൽ ഓർഡിനറി ബസ്സുകളൊക്കെ കട്ടപ്പുറത്തായിരിക്കും. അതായത് ഈ ഓർഡിനറി ബസ്സുകൾ നമുക്കറിയാലോ ജില്ലകളിൽ മാത്രം ഓടുന്നതാണ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള സ്കൂൾ കുട്ടികളൊക്കെ ഈ KSRTC ഓർഡിനറി ബസ്സിൽ, കാരണം കൺസെഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഓർഡിനറി ബസ്സാണ് ആശ്രയം. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ തള്ളി കയറിയാണ് പോകുന്നത്. അതായത് ഈ ഡോറിൻ്റെ അവിടെ വരെ, അതായത് ഡോർ അടയ്ക്കുന്ന അവിടെ വരെ ആൾക്കാർ നിൽക്കുന്ന ഒരു പ്രവണത അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് വെച്ചാൽ ഇപ്പോഴും KSRTC ആശ്രയിക്കുന്ന ഒരുപാട് സാധാരണക്കാരായ മനുഷ്യരോടൊപ്പം തന്നെ ജീവനക്കാരുടെ കാര്യങ്ങൾ നമ്മൾ പറയണല്ലോ. ചില ജീവനക്കാർ നമ്മളെ കാണുമ്പോൾ പറയും, അതായത് അവർക്ക് ഈ അധിക ഡ്യൂട്ടി, അതായത് ഇടയ്ക്ക് റെസ്റ്റ് ടൈം ഒക്കെ കിട്ടും, പക്ഷെ അവർ റൂമൊക്കെ എടുത്ത് നാട്ടിലല്ല, ഇവിടെ തലസ്ഥാനത്താണെങ്കിൽ തലസ്ഥാനത്തായിരിക്കും, പക്ഷെ അതൊന്നും തന്നെ അവരുടെ വകുപ്പ് ഈ ഡ്യൂട്ടി ടൈമിലൊന്നും കൂട്ടത്തില്ല. അപ്പോൾ അവർക്ക് വീട്ടിൽ പോകാനുള്ള ബുദ്ധിമുട്ട്, ഈ ശമ്പളത്തിൽ ഉണ്ടാകുന്ന വൈകൽ, അതൊക്കെ വലിയ ബുദ്ധിമുട്ടായി പറയാറുണ്ട്. അതെ, ഈ KSRTC ഡ്രൈവറിൻ്റെയും അല്ലെങ്കിൽ കണ്ടക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും ബുദ്ധിമുട്ട് കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകേണ്ടിയിരിക്കുന്നു. കാരണം ദീർഘദൂര സർവീസുകളിലൊക്കെ പോകുമ്പോൾ ഒരു കുപ്പി വെള്ളം, അതായത് വെള്ളം കുടിക്കാൻ തന്നെ ഒരു സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ, അത് മാത്രമല്ല എത്ര വേഗതയോടുകൂടിയാണ് വണ്ടി ഓടിക്കുന്നത്, അല്ലെങ്കിൽ അത്രത്തോളം ശ്രദ്ധയോടുകൂടി വേണം. പലരും ഉറക്കമൊഴിഞ്ഞ് ഒക്കെയാണ് ഈ വാഹനങ്ങളിൽ ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ ആ സാഹചര്യത്തിന് മാറ്റമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും KSRTCയെയും മറ്റ് വകുപ്പുകൾ പോലെ സർക്കാർ വകുപ്പാക്കണമെന്ന് KST എംപ്ലോയീസ് സംഘ് സ്ത്രീകളുടെ സൗജന്യ യാത്രയെ സ്വാഗതം ചെയ്യുന്നുവെങ്കിലും ഇതുകൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പരിഹരിക്കാൻ നടപടി വേണമെന്നും KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി S. അജയകുമാർ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് നിന്നും ജ്യോതിഷ് ജനാർദ്ദനൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എന്നോടൊപ്പം KST സംസ്ഥാന ജനറൽ സെക്രട്ടറി S. അജയകുമാർ ചേരുന്നു. ഇപ്പം ജൂൺ 15 മുതൽ സർക്കാർ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കാര്യത്തിൽ എന്താണ് KSTയുടെ അഭിപ്രായം? ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള സൗജന്യ യാത്രാ സംവിധാനം ഈ ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിനെ KST എംപ്ലോയീസ് സംഘ് സർവാത്മന പിന്തുണയ്ക്കുകയാണ്. കാരണം KSRTC എന്ന് പറയുന്നത് മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ പോലെയല്ല. ഈ കേരളത്തിലെ പൊതുജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാപനമാണിത്. കാരണം ഇവിടെ നമുക്കറിയാം, കോവിഡ് വന്നപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ, വിദേശത്തു നിന്ന് വന്നവരെല്ലാം അവരെ വീടുകളിൽ കൊണ്ടെത്തിക്കുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു സർക്കാർ ഏജൻസിയാണ് KSRTC. അങ്ങനത്തെ KSRTC ഇപ്പോൾ ചെന്നൈയിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ, ഈ കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ, അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമെന്ന നിലയിൽ ഈ സ്ഥാപനത്തെ ഒരു സർക്കാർ ഡിപ്പാർട്ട്മെൻ്റ് ആക്കി മാറ്റണമെന്നാണ് എംപ്ലോയീസ് സംഘിന് ഈ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം ഇന്ന് ഈ കേരളത്തിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ചെലവിനെക്കുറിച്ച് KSRTC വ്യക്തമായൊരു കണക്ക് നൽകുകയും ആ കണക്ക് ബഹുമാനപ്പെട്ട മന്ത്രിസഭ പരിശോധിക്കുമ്പോൾ അത് KSRTCയുടെ തൊഴിലാളിക്ക് ആശങ്ക ഉണ്ടാവാത്ത രീതിയിൽ ഇത് പരിഹരിക്കണമെങ്കിൽ ഇത് പൊതുജനാരോഗ്യം, പൊതുവിദ്യാഭ്യാസം, പൊതുഗതാഗതം, അത് നയമാണ്. പൊതുജനാരോഗ്യം, പൊതുവിദ്യാഭ്യാസവും ഒരു സർക്കാരിൻ്റെ നയം പോലെ തന്നെ പൊതുഗതാഗതവും അത് നയമെന്നിരിക്കെ ഇതിനെ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റായി പ്രഖ്യാപിക്കണമെന്നാണ് എംപ്ലോയീസ് സംഘിന് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത് മാത്രമല്ല, ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായിട്ട് ശമ്പളം KSRTCയിൽ നിന്ന് ലഭ്യമാകുന്നില്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൂടെ അനുവദിക്കുമ്പോൾ എത്രത്തോളം ഒരു ബാധ്യതയാണ് അത് KSRTCക്ക് ഉണ്ടാകുന്നത്? അല്ല, ബാധ്യത എന്ന് പറയുമ്പോൾ KSRTCയുടെ ബാധ്യത അത് ആരാണോ സൗജന്യം പറയുന്നു അവർ നൽകണമെന്നുള്ളതാണ്. സൗജന്യം പറയുന്നവർ തന്നെ അതിൻ്റെ പരിഹാരവും കാണണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഗവൺമെൻറ് ഒരു മാനിഫെസ്റ്റോയിലൂടെ ഒരു കാര്യം നടത്തുമ്പോൾ അതിനെ അടച്ചാക്ഷേപിക്കുന്ന സ്വഭാവം നമുക്കില്ല. ഇപ്പോൾ കേരളത്തിലെ സ്ത്രീകൾക്ക് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് സൗജന്യമായ ഒരു യാത്ര കൊടുക്കുന്നതിന് ഞങ്ങൾ രണ്ട് കൈ അടിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അതിനെ അംഗീകരിക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കപ്പെടണമെന്നുള്ളത് ഞങ്ങളുടെ അവകാശമാണ്. ആ അവകാശം ഹനിക്കപ്പെട്ടാൽ
അത് സംഘടനാപരമായി എംപ്ലോയീസ് സംഘം നേരിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ചരിത്രം അറിയാവുന്ന ആളുകൾക്ക് ഇവിടെ അറിയാം. ഈ കോർപ്പറേഷൻ ഇപ്പോൾ സംഘടനയായിട്ട് ഓരോ സംഘടനയുണ്ടല്ലോ, BMS അങ്ങനെ ഇത്തരം സംഘടനകളൊക്കെ ആയിട്ട് ചർച്ചയ്ക്ക് വല്ലതും തയ്യാറായിട്ടുണ്ടോ? അല്ല, ഞങ്ങളെ ഇതുവരെ ആരും ഇതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിങ്ങിന് വിളിച്ചിട്ടില്ല. അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചാൽ വ്യക്തമായ ഒരു അഭിപ്രായം എംപ്ലോയീസ് സംഘിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിന് യാതൊരു തർക്കവുമില്ല. സ്ത്രീകളുടെ സൗജന്യ യാത്രയെ KST എംപ്ലോയീസ് സ്വാഗതം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം KST എംപ്ലോയീസിലെ ജീവനക്കാരുടെ ശമ്പളവും തൊഴിലും സംരക്ഷിക്കണമെന്ന ആവശ്യവുമാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ക്യാമറാമാൻ സുരേഷിനൊപ്പം ജ്യോതിഷ് ജനാർദ്ദനൻ, ജനം, തിരുവനന്തപുരം.